നിങ്ങൾക്കും ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവുണ്ടാകും. എന്ത് ചെയ്യണം? നന്നായിട്ട് ശ്രമിക്കണം. ബിഗിനേഴ്സിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ചാനലാണ് ഇത്. ഹായ് സ്റ്റുഡൻസ്, JPL സ്വീറ്റ് ഇംഗ്ലീഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതിനു മുൻപ് പല വീഡിയോകളിലായി ഡു യു നോ ആക്ടിവിറ്റിയിലൂടെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പേരക്കുട്ടികൾ അവതരിപ്പിച്ചിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി മുതൽ നമുക്ക് ഗ്രാമർ ഭാഗങ്ങൾ പഠിക്കാം. ഗ്രാമർ പഠിക്കുന്നതിന് മുൻപായി ഞാൻ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പേടിയായിരുന്ന ഇംഗ്ലീഷിലേക്ക് ഞാൻ എങ്ങനെ കാലെടുത്ത് വെച്ചു, ഇംഗ്ലീഷിൻ്റെ കൂടെ ഞാൻ എങ്ങനെ നടക്കാൻ തുടങ്ങി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയണ്ടേ? അതുമായി ബന്ധപ്പെട്ട ഒരു അനുഭവ കഥയാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. ഇംഗ്ലീഷിനെ പേടിച്ചോടിയ കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ഞങ്ങൾ എല്ലാവരും കൂടി, ഞങ്ങൾ കൂട്ടുകാർ 62 പേര്, 64 പേർ, അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, 2005 മറ്റോ ആണ്. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു 1 ഡേ ട്രിപ്പ് പോയി കോവളത്തേക്ക്. പോകുന്ന വഴിയെല്ലാം ഞാൻ ഫോട്ടോസ് എടുത്തുകൊണ്ടേയിരുന്നു. കൂട്ടുകാരുടെ എല്ലാം ഫോട്ടോസ് വണ്ടിയിൽ വെച്ച് തന്നെ എടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ കോവളത്തെത്തി. എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ക്യാമറ ഉണ്ടായിരിക്കും. ക്ലാരിറ്റി ഒക്കെ കുറവായിരിക്കും. വളരെ വില കുറഞ്ഞ ഒന്നാണ്. അന്നത്തെ കാലത്തുണ്ടായിരുന്ന കാനോൺ എന്ന് പറഞ്ഞ ക്യാമറ ആയിരുന്നു. അന്ന് നമ്മുടെ മൊബൈൽ ഫോണൊന്നും ഇത്രമാത്രം പ്രചാരത്തിലില്ലാത്ത കാലമായിരുന്നു. അക്കാലത്ത് എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് മൊബൈൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോവളത്തെ എല്ലാ ദൃശ്യങ്ങളും ഞാൻ പകർത്തി, എല്ലാ ഭാഗങ്ങളും കണ്ട് ആസ്വദിച്ച് അവസാനമായപ്പോഴേക്കും എല്ലാവരും കുഴങ്ങി, എല്ലാവരും ക്ഷീണിച്ച് ഒരു ഭാഗത്തിരിക്കുകയാണ്. എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന നേരത്ത് വീണ്ടും ഞാൻ എൻ്റെ ക്യാമറയുമായി ഇറങ്ങി. അങ്ങനെ കടലിൻ്റെയും തിരമാലകളുടെയും അസ്തമയ സൂര്യൻ്റെയും ഒക്കെ ചിത്രങ്ങൾ പകർത്തിക്കൊണ്ടിരുന്നു. അതിനിടയിൽ ആരോ എനിക്ക് നേരെ നടന്നു വരുന്നതായി തോന്നി. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് എൻ്റെ അടുത്തേക്ക് വരുന്നതെന്ന്. ആരാണെന്നോ? ഒരു ഇംഗ്ലീഷുകാരി, ഒരു മദാമ്മ. അവരുടെ വരവ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അത് എന്നോട് എന്തോ ചോദിക്കാനുള്ള വരവാണെന്ന്. എനിക്ക് എന്തോ കാര്യം പന്തിയല്ല എന്ന് തോന്നി. ഫോട്ടോ എടുക്കാനുള്ള ആവേശമെല്ലാം കെട്ടടങ്ങി. ഞാൻ ക്യാമറ ബാഗിലിട്ട് ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ഓടിപ്പോയി എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴതാ ഞങ്ങളുടെ നേരെ തന്നെ വീണ്ടും വരുന്നു ആ മദാമ്മ. അപ്പോ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള ഭാവത്തിൽ ഞാൻ അങ്ങനെ എൻ്റെ ഫോട്ടോസ് നോക്കിയിരിക്കുകയാണ്. ഓരോരോ ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവര് ഞങ്ങളുടെ അടുത്തെത്തി ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. നിങ്ങൾ എവിടെ നിന്നാണ്, എന്താണ്, എങ്ങനെയാണ്, എത്ര പേരുണ്ട്, എല്ലാ വിശേഷങ്ങളും ചോദിച്ചു. അപ്പൊ ഇവര് രണ്ടുപേരും, എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന രണ്ടാള്, എല്ലാത്തിനും മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാനാണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിൽ നോക്കും. എന്നിട്ട് ഓക്കെ, യെസ്, അത്തരം ചെറിയ ചെറിയ തലയാട്ടലുകളും ഉത്തരങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടേയിരുന്നു. നിങ്ങൾ ആലോചിക്കണം ആ ഒരവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴേ അതിൻ്റെ ഒരു സങ്കടം, ടെൻഷൻ ഒക്കെ മനസ്സിലാവുകയുള്ളൂ. അന്നത്തെ ആ സിറ്റുവേഷൻ ഞാൻ കൈകാര്യം ചെയ്തത് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നു, എനിക്ക് ചിലതൊക്കെ മനസ്സിലാവും. അതേസമയം അവരോട് തിരിച്ചു പറയണ്ടേ, അല്ലാതെ ആംഗ്യഭാഷ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഏതായാലും ഓടി
കൂട്ടുകാരുടെ ഇടയിൽ പോയി ഇരുന്നത് കൊണ്ട് തൽക്കാലം ഞാൻ അങ്ങനെ രക്ഷപ്പെട്ടു. അതാണ് ഒരു കഥ. മറ്റൊരു ഫംഗ്ഷനിൽ എനിക്ക് ഒരു പ്രസംഗിക്കാനുള്ളൊരവസരം കിട്ടി. അവസരം കിട്ടി എന്നല്ല, എൻ്റെ മേൽ ചാർത്തപ്പെട്ടു എന്ന് പറയാം. ഒരു വിധത്തിലും ഊരാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ ഞാൻ പെട്ടുപോയി. അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ആരാണ് സംസാരിക്കേണ്ടത്? ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത ഞാനാണ് സംസാരിക്കേണ്ടത്. ഇംഗ്ലീഷ് ഗ്രാമർ എനിക്ക് അത്യാവശ്യം അറിയാട്ടോ, അന്നേ അറിയാം, മുൻപ് തന്നെ ഗ്രാമർ അറിയാം. പക്ഷെ ആ ഗ്രാമർ അറിഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, സംസാരിക്കണ്ടേ. എന്തായാലും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു, എടോ എനിക്കൊന്ന് എഴുതി തരൂ, എന്തെങ്കിലും 4 വാക്യങ്ങൾ എഴുതി തരൂ, ഞാനൊന്ന് കാണാതെ പഠിക്കട്ടെ. കുട്ടികളെ പോലെ കാണാതെ പഠിച്ചിട്ട് മൈക്കിന്റെ മുമ്പിൽ ചെന്നങ്ങോട്ട് പറയന്നെ. ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങനെ തീരുമാനിച്ചു. ഒരു രക്ഷയുമില്ല. എന്ത് ചെയ്യും? സമയമുണ്ട് കേട്ടോ, കുറേ സമയമൊക്കെ ഉണ്ട്, കുറേ ദിവസമൊക്കെ ഉണ്ട്. എന്നാലും അത്രയും ദിവസം ഞാൻ അനുഭവിച്ച വേദന അല്ലെങ്കിൽ പ്രശ്നം, ബുദ്ധിമുട്ട് അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ എനിക്കതിനൊക്കെ ചിരിച്ചുകൊണ്ട് നേരിടാൻ കഴിയും. കാരണം എന്താണെന്നറിയോ? ഇപ്പം എനിക്ക് ആരോടും സംസാരിക്കാൻ കഴിയും, ആര് ചോദിച്ചാലും പറയാൻ കഴിയും. കുറച്ച് മുന്നേ ഒരു വിഷയത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ നമുക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് സംസാരിക്കാനും കഴിയും. എൻ്റെ ഫ്രണ്ട് എനിക്ക് എഴുതി തന്നു. അവള് എനിക്ക് തോന്നുന്ന ഒരു പേജിനപ്പുറം 1.5 പേജ് ഉണ്ടായിരുന്നു എഴുതാൻ. ഞാനത് അസലായിട്ട് കാണാതെ പഠിച്ചു കേട്ടോ, കുറ്റം പറയാൻ പാടില്ലല്ലോ. അസലായിട്ട് കാണാതെ പഠിച്ചു, പറയണമെന്നും വിചാരിച്ചു. എന്നാലും ഞാൻ എല്ലാവർക്കും, എൻ്റെ കൂട്ടുകാർക്കും പേടിയുണ്ടായിരുന്നു ഞാൻ ഇംഗ്ലീഷ് പറയുമ്പോൾ തെറ്റുമോ. ഒരു പൊതുവേദിയിലാണ് പറയുന്നത്. കൂട്ടുകാർക്ക് പേടിയുണ്ടായിരുന്നു, എനിക്ക് അതിലേറെ പേടിയുണ്ടായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ എനിക്കറിയില്ല, എങ്ങനെയോ ഞാൻ അതെല്ലാം പറയുകയും ചെയ്തു. ഒരു നല്ല രീതിയിൽ, അതായത് കാണാതെ പഠിച്ചു എന്നുള്ള രീതിയിലല്ല, എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് പോലെ ഞാൻ സംസാരിച്ചു. മാത്രമല്ല അതിനിടയിൽ, ആ വാക്യങ്ങൾക്കിടയിലൂടെ ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് അറിയാതെ കുറച്ച് വാക്യങ്ങൾ ഞാൻ പറഞ്ഞു പോയി. ഇപ്പോഴും എനിക്കൊരതിശയമാണ് എങ്ങനെയാണ് ഞാൻ ആ വാക്യങ്ങൾ പറഞ്ഞത് എന്ന്. ആ സമയം പുറത്ത് ഓഡിയൻസിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ട്സ് പ്രാർത്ഥിക്കുകയായിരുന്നു അത്രേ, എനിക്ക് തെറ്റരുതേ, പറയുമ്പോൾ തെറ്റാതിരിക്കണേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും അവർ പറഞ്ഞു, നല്ല വൃത്തിയായിട്ട് പറഞ്ഞു എന്ന്. സമാധാനമായി. അങ്ങനെ ആ കടമ്പയും കടന്നു. ചുരുക്കത്തിൽ, ആരോടെങ്കിലും സംസാരിക്കേണ്ടി വരുമ്പോൾ, ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വരുമ്പോൾ വായിലെ വെള്ളം വറ്റി, തൊണ്ട വരണ്ട്, വാക്കുകളും വാക്യങ്ങളും പുറത്തേക്ക് വരാതെ ആകെ ചമ്മി നാണം കെട്ട പല സന്ദർഭങ്ങളും ഞാൻ നേരിട്ടിട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിലൂടെയെല്ലാം ഞാൻ കടന്നു പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ വീഡിയോയുടെ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാൾ എനിക്ക് നേരെ നടന്നു വരുന്നുണ്ട്, അത് ഒരു മദാമയായിരുന്നു എന്ന്. ഞാൻ എന്തിന് മദാമയെ ഇഷ്ടപ്പെടാതെ ഇരിക്കണം? കാരണം എന്താണ്? എൻ്റെ കഴിവില്ലായ്മ, എനിക്ക് ഇംഗ്ലീഷ് തിരിച്ച് സംസാരിക്കാൻ കഴിയില്ല എന്ന എൻ്റെ കുറവാണത്, എൻ്റെ കഴിവില്ലായ്മയാണ്. അതുകൊണ്ടാണ് എനിക്ക് മദാമയെ ഇഷ്ടമില്ലാതെ ഇരുന്നത്. ഇത്തരം അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടും എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായ, അല്ലെങ്കിൽ ചെറുപ്പകാലം മുതലേ ഞാൻ കണ്ട സ്വപ്നങ്ങളിൽ ഒന്നായ ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന ലക്ഷ്യത്തെ ഉപേക്ഷിക്കാൻ എനിക്ക് തോന്നിയില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടും
ഞാൻ ഇംഗ്ലീഷിനെ സ്വന്തമാക്കി, അതിനെ സ്വീറ്റാക്കി, ആരോടും സംസാരിക്കാനുള്ള ഒരു ലെവലിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. നിങ്ങൾക്കും ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവുണ്ടാകും. എന്ത് ചെയ്യണം? നന്നായിട്ട് ശ്രമിക്കണം. ബിഗിനേഴ്സിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ചാനലാണ് ഇത്. സോ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ഭാഗങ്ങളെല്ലാം ചെറിയ ചെറിയ ഭാഗങ്ങളായാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് പടിപടിയായി ഇംഗ്ലീഷിലേക്ക് പ്രവേശിക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന ഇൻ്റർനാഷണൽ ഭാഷയിലേക്ക് പതുക്കെ പതുക്കെ കയറിച്ചെല്ലാം, കൈകോർത്ത് പിടിക്കാം. അങ്ങനെ ഇംഗ്ലീഷിനെ സ്വീറ്റ് ആക്കാം. എനിക്ക് ഉറപ്പ് തരാൻ കഴിയും നിങ്ങൾക്കും ഇംഗ്ലീഷ് സംസാരിക്കാനാകും എന്നുള്ളത്. എന്നെ ബുദ്ധിമുട്ടിച്ചിരുന്ന ഭാഷയെ ഞാൻ എങ്ങനെയാണ് കൈപ്പിടിയിൽ ഒതുക്കിയത് എന്ന കാര്യം അടുത്ത ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.